എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി അഥവാ ജ്യാമിതീയ സാധ്യതകൾ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നാം പഠിച്ചത് നമ്പർ പ്രോബബിലിറ്റി ആയിരുന്നു അല്ലേ, സംഖ്യ സാധ്യതകളായിരുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ജിയോമെട്രിക്കൽ ആയിട്ടുള്ള അതായത് ജ്യാമിതീയമായിട്ടുള്ള പ്രോബബിലിറ്റി. അപ്പം നാം ഈ നമ്പർ പ്രോബബിലിറ്റി എങ്ങനെയാണോ കണ്ടത് അതേ രീതിയിൽ തന്നെയാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കുക. അവർ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെ ആകൃതിയൊക്കെ ഒന്ന് മാറി അല്ലേ, മറ്റേ സംഖ്യകളായിരുന്നു, ഇതെന്താണ്, ഇത് നമുക്കൊരേ ഫിഗറുകളാണ്, ഇത്രയും വ്യത്യാസം ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കാണാം നമുക്ക് അല്ലേ. റെക്റ്റാങ്കിളിനുള്ളിൽ ഒരു ത്രികോണം, ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഇപ്പൊ നാം മുമ്പ് പറയാറുള്ള പോലെ തന്നെ നാം ഇതിൽ കണ്ണടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോട്ട് ഇടുകയാണ്, ഒരു കുത്തിടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കുത്ത് ഈ ത്രികോണത്തിന്റെ അകത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ഒന്നുകിൽ ഈ കുത്ത് നമുക്ക് ഇവിടെ വരും അല്ലേ, ത്രികോണം അല്ലാത്ത ഇത്രയും സ്ഥലത്ത് വരാം, അതല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാം. ഈ ട്രയാങ്കിളിൽ ഉള്ളിൽ വരാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ നമ്പർ പ്രോബബിലിറ്റിയിൽ പഠിച്ചു എന്താണ്, നമുക്ക് ടോട്ടൽ എടുക്കുക, അത് ഡിനോമിനേറ്റർ ആയിട്ട് വരും, പിന്നെയോ നമുക്ക് ആവശ്യമുള്ളത് ന്യൂമറേറ്റർ അല്ലെ, അംശമായിട്ട് വരും. അത് തന്നെയാണ് ഇവിടെ നമുക്ക് മൊത്തം എത്രയായിരിക്കും ഏരിയ? മൊത്തം ഈ സ്ക്വയറിന്റെ ഈ റെക്ടാങ്കിളിന്റെ മൊത്തം ഏരിയ അല്ലെ. ഇപ്പൊ റെക്ടാങ്കിളിന്റെ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് ബി ആണെന്ന് വിചാരിക്കാം, ഇത് ബിയും ഇത് എച്ച് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഇത്രയും ഏരിയ അല്ലെ. അപ്പൊ ഏരിയ എത്ര വരും? ബി ഇൻറ്റു എച്ച്. ഇതാണ് മൊത്തം ഏരിയ വരിക അല്ലെ. ഇനി ഈ ത്രികോണത്തിന്റെ ഏരിയ എത്ര വരും? ത്രികോണത്തിന് നോക്കിയാൽ ബി സെയിം തന്നെയാണ് അല്ലെ. ബേസ് രണ്ടിന്റെ ബേസും ഈ ത്രികോണത്തിന്റെ ബേസും ഈ റെക്ടാങ്കിളിന്റെ ഈ സൈഡും സെയിം തന്നെയാണ് അല്ലെ. പിന്നെ എച്ച് നോക്കിയേ, എച്ച് അല്ല ത്രികോണത്തിന്റെ ഹൈറ്റ് നോക്കിയേ, അത് തന്നെയാണ് ഇതിന്റെ ഹൈറ്റും അല്ലെ. അപ്പൊ അതും സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ത്രികോണത്തിന്റെ ഏരിയ എത്രയായിരിക്കും? ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലെ, അര ബി എച്ച് ആണ്. അപ്പൊ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ബി എച്ചിന്റെ പകുതി അല്ലേ. അപ്പൊ ഇതിന്റെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഈ ത്രികോണത്തിന്റെ ഏരിയ ഉണ്ടാവുക. ഇപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ ഒരു 10 സ്ക്വയർ സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 5 സ്ക്വയർ സെന്റിമീറ്റർ അല്ലെ, പകുതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെ കിട്ടും? നമുക്ക് മൊത്തം എത്രയാണ്? 10. അടിയിൽ 10 എഴുതി ബൈ നമുക്ക് വേണ്ടത് എത്ര ഭാഗമാണ്? 5 അല്ല, അതിന്റെ ഏരിയ 5. ഫിസിക്കൽ 5/10 = 1/2. കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ സാധ്യത എത്രയാണ്? 1/2. അപ്പൊ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ, അതായത് മൊത്തം ഏരിയ, മറ്റേ നമ്മൾ മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന് നോക്കാം അല്ലെ, അതിന് പകരം മൊത്തം ഏരിയ കണക്കാക്കാം, അതിനെ നമുക്ക് ആവശ്യമുള്ള ഏരിയ. അപ്പൊ മൊത്തം ഏരിയ അടിയിലിട്ടു, ആവശ്യമുള്ള ഏരിയ അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് പോലെ പേജ് നമ്പർ 78 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെന്താണെന്ന് നോക്കിയാൽ, ഇപ്പൊ ആദ്യത്തെ ഒരു വലിയ സ്ക്വയർ, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ക്വയർ. അപ്പൊ അവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം, ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഈ നടുവിലെ സ്ക്വയർ എന്ത് കളറാണ്? ഒരു ഗ്രീൻ കളർ, ബാക്കിയുള്ള ഈ ഭാഗങ്ങൾ യെല്ലോ കളർ അല്ലെ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാം കണ്ണടച്ച് ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ഇത്രയും ഭാഗത്ത്, അതായത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗം അല്ലെ, അതായത് ഈ പച്ചക്കറുള്ള ഭാഗം, അതായത് ഈ ചെറിയ സ്ക്വയറിന്റെ ഉള്ളിൽ ആ ഡോട്ട് വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നാം സാധാരണ എന്താണ് ചെയ്തത്? നാം നമ്പർ പ്രോബബിലിറ്റി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മൊത്തം അല്ലെ, ടോട്ടല് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി, അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നമ്പർ എന്ത് ചെയ്തു? എത്ര നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട്, അതായത് അംശമായിട്ട് എഴുതി അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നാം ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വേണം? അക്കങ്ങൾക്ക് പകരം എന്തായി മാറി, അല്ലെങ്കിൽ നമ്പറുകൾക്ക് പകരം എന്താണ്? ഇതിന്റെ ഏരിയ അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം മൊത്തം ഏരിയ നാം ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം, അതിനുശേഷം എന്ത് ചെയ്യാം? ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഏരിയ അല്ലെ, ഇത്രയും ഏരിയ, ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഡോട്ട് വരേണ്ടത്. അപ്പൊ അതിന്റെ ഏരിയ നാം എന്ത് ചെയ്യണം? അംശമായിട്ട്, അതായത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിന്റെ ഏരിയ അല്ലെ, ഇതിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് വേറെ അളവുകളൊന്നുമില്ല, അതുപോലെ ഇതിന്റെ ഏരിയയും വേണം അല്ലെ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. ഇവിടെ നമുക്ക് അളവുകളൊന്നും തന്നിട്ടില്ല, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നോക്കിയേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഞാൻ നോക്കിയാൽ ഈ രണ്ട് മൂലകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? നമുക്ക് 4 1 2 3 4 5 6 7 8 തുല്യ ത്രികോണങ്ങൾ കിട്ടി അല്ലെ. ഈക്വൽ ട്രയാങ്കിൾസ് 8 എണ്ണം കിട്ടി. എന്ത് ചെയ്തപ്പോൾ? ഈ വലിയ സ്ക്വയറിനെ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 8 ത്രികോണങ്ങളായി നാം ഇതിനെ മുറിച്ചു അല്ലെ. അതായത് വലിയ സ്ക്വയറിനെ എന്ത് ചെയ്തു? 8 ഈക്വൽ അല്ലെ ട്രയാങ്കിൾസ് ആക്കി നമ്മൾ മാറ്റി.
ഇനി നമുക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ചെയ്താലോ? പ്രോബബിലിറ്റി സീക്വൽ ടു ആദ്യം മൊത്തം നോക്കി വലിയ സ്ക്വയറിൽ വലിയ സ്ക്വയർ എത്ര ട്രയാങ്കിൾസ് വരുന്നുണ്ട്? 8 ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, 8 ട്രയാങ്കിൾ അടിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഭാഗത്ത് എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട്? 4 ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിളൊക്കെ ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെ, തുല്യ ത്രികോണങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 4/8 പ്രോബബിലിറ്റി എന്ത് വരും? 4/8. 4/8 എന്ന് പറഞ്ഞാൽ നാം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/2. ഇനി ഇത് നോക്കിയേ, ഇതും ഇതേപോലെ തന്നെ അല്ലേ, ഒരു ഹെക്സഗൺ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ. നമ്മൾ കണ്ണടച്ച് ഡോട്ട് ഇടുകയാണെങ്കിൽ ട്രയാങ്കിളിൽ വീഴാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് എന്ത് വേണം? മൊത്തം ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ ഇതിന്റെ മൊത്തം ഏരിയ എടുക്കുക അല്ലേ, അത് അടിയിൽ എഴുതാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഭാഗമാണ്, അത് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതാം. അപ്പൊ ഇവിടെ എന്ത് വരും നോക്കിയാൽ, ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നാം ഇവിടെ ചെയ്ത അതേ കാര്യം ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഈ സെന്റർ അല്ലെ, ഈ ഹെക്സഗണിന്റെ ഈ പോയിന്റ്, സെന്റർ പോയിന്റ്, അത് നമുക്ക് അതും ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കാം. ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു നോക്കിയേ, എത്ര ത്രികോണങ്ങൾ നമുക്ക് കിട്ടി? 1, 2, 3, 4, 5, 6. 6 ത്രികോണങ്ങൾ കിട്ടി. 6 ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് മൊബിലിറ്റി എന്തെഴുതാം? ആദ്യം മൊത്തത്തിൽ വരുന്നുണ്ട് 1, 2, 3, 4, 5, 6 അല്ലെ? 6 ത്രികോണങ്ങളുടെ ഏരിയ. അപ്പൊ 6. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3 അല്ലെ? 3 എണ്ണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 3/6. മനസ്സിലായല്ലോ? സീക്വൽ ടു 3/6 എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ ഒക്കെ കിട്ടുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഫിഗർ ഒന്ന് നോക്കിയേ. ഇവിടെയും നമുക്ക് എന്ത് വേണം? ഈ മൊത്തം ഏരിയ കാണണം. പിന്നെ നമുക്ക് ഇത്രയും ഭാഗത്തെ ഏരിയ കാണണം അല്ലെ? അതിന് പകരം നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ ചെയ്ത് അതേ പണി നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം നമുക്ക്? അതായത് ഇവിടെ ഈ മൂലോട് മൂലൊന്നും കൂടി കൂട്ടി യോജിപ്പിച്ചു വയ്ക്കുക. ഇങ്ങനെ യോജിപ്പിച്ചു, ഇങ്ങനെ യോജിപ്പിച്ചു, ഇങ്ങനെ യോജിപ്പിച്ചു. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ത്രികോണം അല്ലെ, ഈക്വൽ ആണ്. ഇതൊക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായില്ലേ? ഈ ട്രയാങ്കിൾസ് ഒക്കെ ഈക്വൽ ട്രയാങ്കിൾസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി സീക്വൽ ടു മൊത്തം എത്ര ട്രയാങ്കിൾ വരുന്നുണ്ട് നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അല്ലെ? അപ്പൊ മൊത്തം ഏരിയ 12. ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗത്തോ 1, 2, 3, 4, 5, 6. അപ്പൊ 6. അപ്പൊ 6/12. 6/12 എന്ന് വെച്ചാൽ ഇതിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ 2 അല്ലേ? അപ്പോഴും നമുക്ക് 1/2. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിലെ 4ഉം 5ഉം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫിഗർ. എ സ്ക്വയർ ഡ്രോൺ വിത്ത് വെർട്ടെക്സ് ഓൺ എ സർക്കിൾ. അതായത് ഇതിന്റെ മൂലകളൊക്കെ ഒരു സർക്കിളിലായിട്ടുള്ള ഒരു സ്ക്വയർ കണ്ടില്ലേ? ഈ സ്ക്വയറിന്റെ 4 മൂലകളും ഒരു സർക്കിളിലാണ്. ഈ സ്ക്വയറിൽ നമ്മളിപ്പോൾ കണ്ണടച്ച് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത എളുപ്പപ്പണി ഒന്നും ഇവിടെ പറ്റില്ല. എന്തുകൊണ്ടാണ്? നാം ഇങ്ങനെ മൂലോട് മൂലമൊക്കെ ചൊരുന്ന് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയാൽ നമുക്ക് ഒരേ രൂപത്തിലുള്ള കഷ്ണങ്ങളല്ല കിട്ടുക അല്ലേ? ഇവിടെ നോക്കിയാൽ ഈ അറ്റം വളഞ്ഞ പീസാണ് നമുക്ക് കിട്ടുക. നടുവിലാണെങ്കിൽ ത്രികോണം അല്ലെ, ത്രികോണമായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് ഒരുപോലെയുള്ള പീസ് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ രണ്ടിന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് സർക്കിളിന്റെ ഏരിയ കിട്ടണം നമുക്ക്, അതുപോലെ തന്നെ ഈ സ്ക്വയറിന്റെ ഏരിയയും കിട്ടണം. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി വ്യത്യാസമൊന്നുമില്ല അല്ലെ? പ്രോബബിലിറ്റി സീക്വൽ ടു എന്ത് വരും? ടോട്ടൽ ഏരിയ തന്നെ ഏരിയ ഓഫ് ദി സർക്കിൾ അല്ലെ? അപ്പൊ ഏരിയ ഓഫ് സർക്കിള് അടിയിൽ വന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഏരിയ അല്ലെ, ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ അതായത് സമചതുരത്തിന്റെ ഏരിയ ബൈ സർക്കിളിന്റെ ഏരിയ അല്ല. ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ഏരിയകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ
ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വൃത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പൈ ആർ സ്ക്വയർ അല്ലേ? പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ ആറ് കിട്ടണം നമുക്കല്ലേ? ഇപ്പൊ നോക്കിയേ, ഈ സർക്കിളിന്റെ ഇങ്ങനെ ഞാൻ മുട്ടിച്ചു, ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ മുട്ടിച്ചു. ഓക്കെ, അപ്പൊ ഈ വരച്ചത് എന്താണ്? ഇപ്പൊ ഈ വരച്ചത് ഈ സർക്കിളിന്റെ എന്താണ്? ഡയമീറ്റർ അല്ലേ? അപ്പൊ ഇത് ഡയമീറ്റർ ആണ്, അതായത് വ്യാസം. ഇനി ഇതിന്റെ പകുതിയാണ് എന്തായിട്ട് വരിക? റേഡിയസ് അല്ലേ? അതായത് ഇവിടെ സർക്കിളിന്റെ സെന്റർ ഇത്, ഇവിടെ നിന്ന് ഇവിടം വരെ എന്ത് വരും? 6 റേഡിയസ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഈ ഡിയുടെ പകുതി അല്ലേ? ഈ ഡി മൊത്തം ഡി ആണെങ്കിൽ അതിന്റെ പകുതി ഭാഗം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? d/2 എന്ന് എഴുതാം. d/2, ഇത്രയും ഭാഗം d/2, ഇത് ഡി. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ തന്നെ പൈ ഇൻറ്റു ആർ സ്ക്വയർ സീക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ? റേഡിയസ് എത്ര വരുന്നത്? ഈ ഡിയുടെ പകുതി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഡിയുടെ പകുതി എന്ന് പറഞ്ഞാൽ d/2. അപ്പൊ ആറിന് പകരം d/2 ഹോൾ സ്ക്വയർ. അതായത് നമുക്ക് എന്താ എഴുതാം? പൈ ഇൻറ്റു d/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിന്റെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് സർക്കിളിന്റെ ഏരിയ കിട്ടി പൈ ഇൻറ്റു d സ്ക്വയർ ബൈ 4 അല്ലെ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ദി സ്ക്വയർ കണ്ടുപിടിക്കണം നമുക്ക്. അപ്പൊ എഴുതാം ഏരിയ ഓഫ് സ്ക്വയർ, സമചതുരത്തിന്റെ ഏരിയ. എങ്ങനെ നമുക്കറിയാം? ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ എ ആണെങ്കിൽ എ സ്ക്വയർ അല്ലെ? ഒരു വശം എ ആണെങ്കിൽ എ സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ വശത്തിന്റെ സ്ക്വയർ. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇതാണ് സ്ക്വയർ അല്ലെ? സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം നമുക്ക് അറിയില്ല, പക്ഷെ എന്തറിയാം? ഈ നീളം അറിയാം അല്ലെ? ഇതറിയാം. ഇതെന്താണ് സ്ക്വയറിന്റെ? ഈ സ്ക്വയറിന്റെ മൂലയോട് മൂല ചേർന്ന് ഇതിനെന്താ പറയുക? നമ്മൾ ഡയഗണൽ എന്ന് പറയും അല്ലെ? വികർണം. അതായത് വികർണത്തിന്റെ നീളം നമുക്കറിയാം ഡി ആണ്. വികർണവും ഇതിന്റെ ഡയമീറ്റർ സെയിം തന്നെയാണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും നീളം ഡി ആണെന്നറിയാം. അതായത് ഈ സ്ക്വയറിന്റെ വികർണം, അതായത് ഡയഗണലിന്റെ നീളം നമുക്കറിയാം അല്ലെ? സൈഡ് അറിയില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് അറിയില്ലെങ്കിൽ അതിന്റെ ഡയഗണൽ അറിയാമെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം. നോക്കിയാൽ ഇതൊരു മട്ടത്രികോണാണ് അല്ലെ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈത്തഗോറസ് സിദ്ധാന്തം, പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ √2 ഓർമ്മയില്ലേ? അതായത് ഇവിടെ നോക്കിയേ, ഇത് ഒരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇതിന്റെ വശം 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ഡയഗണൽ, ഇത് വശം 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? വശത്തിനെ √2 കൊണ്ട് ഗുണിക്കല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ന്യൂ നമ്പേഴ്സിൽ, ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ഇത് ഒന്നാണെങ്കിൽ 1 ഇൻറ്റു √2, ഇത് രണ്ടാണെങ്കിലോ ഇത് എത്രയായിരിക്കും? 2 ഇൻറ്റു √2 അല്ലെ? അപ്പൊ നമുക്ക് ഒരു വശം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ വശത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? √2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? ഇനി ഡയഗണൽ തന്നിട്ടുണ്ട്, വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്യണം? ഡയഗണലിന്റെ നീളം അറിയാം, നമുക്ക് ഈ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ നാം എന്ത് ചെയ്താൽ മതി? ഡയഗണലിന്റെ നീളത്തിനെ നാം എന്ത് ചെയ്താൽ മതി? √2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പൊ ഡയഗണലിന്റെ നീളം ഡി ആണെന്ന് വിചാരിക്കാം. ഇത്രയും നീളം ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളം എത്ര വരും? d/√2. ഏതിന്റെ നീളം? ഒരു വശത്തിന്റെ നീളം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ 4√2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വശത്തിന്റെ നീളം എന്ത് വരും? 4√2/√2. അപ്പൊ 2 √2 ക്യാൻസൽ ചെയ്ത് അപ്പൊ നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ വശം കിട്ടിക്കഴിഞ്ഞാൽ ഡയഗണൽ കിട്ടാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഗുണിക്കുക. ഇനി ഡയഗണലിൽ നിന്ന് വശം കിട്ടാൻ എന്ത് ചെയ്യണം? √2 കൊണ്ട് ഹരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? ഈ നീളം ഡി ആണെങ്കിൽ ഈ വശത്തിന്റെ നീളത്തിൽ വരും, അതിനെ നമ്മൾ √2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ? അപ്പൊ ഇതാണ് ഒരു വശത്തിന്റെ നീളം d/√2 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര വരും? നമുക്കറിയാം എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, അതായത് വശത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ വശത്തിന്റെ നീളം d/√2 ആണെങ്കിൽ അതിന്റെ ഏരിയ എത്ര വരും? d/√2ന്റെ സ്ക്വയർ. ക്ലിയർ ആയില്ലേ? അതായത് ഡിന്റെ സ്ക്വയർ d സ്ക്വയർ ബൈ √2ന്റെ സ്ക്വയർ 2. അപ്പൊ d²/2. അതായത് ഇപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു വശത്തിന്റെ നീളം അറിയാമെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ a² ഉപയോഗിക്കും അല്ലെ? ഇനി നമുക്ക് വശത്തിന്റെ നീളം അറിയില്ലെങ്കിൽ നമുക്ക് ഇത് ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? d²/2. ഇത് എപ്പോഴും ഓർമ്മയിൽ വേണം. മനസ്സിലായില്ലേ? അപ്പൊ a² ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വശത്തിന്റെ നീളം അറിയില്ല, ഡയഗണലിന്റെ നീളം അറിയാമെങ്കിൽ ഉടനടി എഴുതിക്കും എന്താണ്? d²/2. ഇതാണ് ഏരിയ. അത് വന്ന വഴിയാണ് ഞാൻ ഈ പറഞ്ഞത്.
അപ്പൊ എ സ്ക്വയർ ഉപയോഗിച്ച് കാണാം, അതല്ലെങ്കിൽ d²/2 ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. ഏതാണ് തന്നിട്ടുള്ളത് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഡി അറിയാവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, d²/2. അപ്പൊ നമുക്ക് രണ്ടിന്റെ ഏരിയ കിട്ടിയല്ലോ അല്ലെ, സ്ക്വയറിന്റെയും കിട്ടി സർക്കിളിന്റെ ഏരിയയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കിട്ടും, നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ അല്ലെ, സ്ക്വയറിന്റെ ഏരിയനെ നാം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അടിയിൽ ഏതാ വരാ, സർക്കിളിന്റെ ഏരിയ വരും അല്ലെ. അപ്പൊ സ്ക്വയറിന്റെ ഏരിയയെ, അതായത് സ്ക്വയറിന്റെ ഏരിയ ഏതാണ്, d²/2 അല്ലെ. അപ്പൊ d²/2 അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഏത്, പൈ ഇൻറ്റു d²/4. ഇതാണ് സർക്കിളിന്റെ ഏരിയ അല്ലെ. അപ്പൊ പൈ ഇൻറ്റു d²/4 ഈക്വൽ ടു ഈ ഇത്രയും മാച്ചളയാലോ. നമുക്കൊരു ഫ്രാക്ഷൻ അല്ലെ, ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിനെ മറിച്ചിട്ട് അല്ലെ, വ്യുൽക്രമം റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ d²/2 അതിനെന്ത് ചെയ്യാം, ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം, കണ്ട ഈ ഹരണം എന്നുള്ളത് ഗുണിക്കലായി മാറി. എങ്ങനെ, പൈ ഇൻറ്റു d²/4 അതിനെ മറിച്ചിടണം അല്ലെ, വ്യുൽക്രമം റെസിപ്രോക്കൽ. അപ്പൊ എന്ത് വരും, 4 മുകളിൽ പോകും അല്ലെ. അപ്പൊ 4 മുകളിൽ വന്നു ബൈ, ഇനി പൈ ഇൻറ്റു d² ഇവിടെ മുകളിലാണ്, അത് അടിയിൽ പോയി. അപ്പൊ എന്ത് വന്നു, പൈ ഇൻറ്റു d². ഓക്കെ, ഇനി നോക്കിയേ, d² ഇവിടെ ഉണ്ട്, d² ഇവിടെ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇനി 4 2 അല്ലെ. അപ്പൊ 2 4 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 2. ബാക്കി എന്ത് വന്നു ഇവിടെ, 2/π. അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഈ ഡോട്ട് വരാനുള്ള ചാൻസ് എത്രയാണ്, പ്രോബബിലിറ്റി എത്രയാണ്, 2/π. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇനി നമ്മുടെ അടുത്ത ഫിഗർ ഒന്ന് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദി സർക്കിൾ ദാറ്റ് ജസ്റ്റ് ഫിറ്റ്സ് വിത്തിൻ എ സ്ക്വയർ. അതായത് ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ അകത്ത് കൃത്യമായിട്ട് ഇരിക്കുന്ന ഒരു സർക്കിൾ, ഒരു വൃത്തം അല്ലെ, ഇതാണ്. അപ്പൊ നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ വൃത്തത്തിനുള്ളിൽ പെടാനുള്ള ചാൻസ് എത്രയാണെന്നാണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇവിടെ ചെയ്യേണ്ടി വരും അല്ലെ. ഇവിടെ നമുക്ക് മുറിച്ച് നാം ആദ്യം ചെയ്ത പോലെ എളുപ്പപ്പണിയൊന്നും പറ്റില്ല. അപ്പൊ എന്ത് വേണം, പ്രോബബിലിറ്റി കാണാം അല്ലെ. എന്തായിരിക്കും, ഏരിയ ഓഫ് സർക്കിൾ, കണ്ട സർക്കിളിന്റെ ഏരിയ ബൈ ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയർ ആണ് വലുത് അല്ലെ, മൊത്തം ഏരിയ സ്ക്വയർ ആണ്. അപ്പൊ അത് അടിയിൽ പോകും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏരിയ ഓഫ്, നമുക്ക് വേണ്ടത് എന്താണ്, ഏരിയ ഓഫ് സർക്കിൾ ആണ് അല്ലെ. അപ്പൊ ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ ആയി മാറും. പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് ഏത് വരും, സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ. അപ്പൊ വലുതാണ് എപ്പോഴും അടിയിൽ വരിക. ഇനി നമുക്ക് ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ ടു ഏരിയ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് റേഡിയസ് വേണം അല്ലെ, റേഡിയസ് വേണം. അപ്പൊ നോക്കിയാൽ ഇത് സെന്റർ, ഈ റേഡിയസ്, ഇത് റേഡിയസ്, ഇതിപ്പോ ഒരു 6 ആണ് നിൽക്കുക, റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും, പൈ ഇൻറ്റു r² അല്ലെ, പൈ ഇൻറ്റു r², പൈ r². അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഏരിയ ഓഫ് സ്ക്വയർ, ഈ സമചതുരത്തിന്റെ ഏരിയ അത് കിട്ടാൻ നമുക്ക് എന്ത് വേണം, ഒരു വശത്തിന്റെ നീളം കിട്ടണം അല്ലെ, ഒരു സൈഡിന്റെ നീളം കിട്ടണം. സൈഡിന്റെ നീളം നമുക്ക് ഇവിടെ അറിയില്ല. പക്ഷെ ഇവിടെ എന്തറിയാം, നമുക്ക് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം 6 ആണെന്ന് അറിയാം. അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം അല്ലെ, ഇത് രണ്ടും സെയിം തന്നെയാണ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നീളം തന്നെയായിരിക്കും ഇവിടെയും വരാം, 6 അല്ലെ. അപ്പൊ മൊത്തം നീളം എത്ര വരും, ഇവിടെ 6 വരും. ഇത്ര നീളം ഇവിടേക്കും വരും അല്ലെ. അതായത് 6 + 6, 6 + 6 എന്ന് പറഞ്ഞാൽ 2r. ക്ലിയർ ആയില്ലേ. ഇത്രയും, ഇത് റേഡിയസ്, ഇത്രയും നീളം ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലെ. പിന്നെ അത്രയും നീളം തന്നെ ഇങ്ങോട്ടും ഉണ്ട്. അപ്പൊ 6 + 6 = 2r. അപ്പൊ നമുക്ക് ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം കിട്ടി 2r അല്ലെ. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ എന്ത് കാണാം, a² ആണ്. അതായത് ഈ വശത്തിന്റെ നീളത്തിന്റെ സ്ക്വയർ a². ഒരു വശം a ആണെങ്കിൽ a², ഇവിടെ എക്ക് പകരം എന്താണ് 2r അല്ലെ. അപ്പൊ 2rന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2r ഹോൾ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ 4, 6ന്റെ സ്ക്വയർ r². അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സ്ക്വയറിന്റെ ഏരിയ കിട്ടി 4r². അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി
എന്ത് വരും? നമുക്ക് ആവശ്യം ഏതാണ്? ഈ സർക്കിളിന്റെ ഏരിയ അല്ലേ? സർക്കിളിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ. അപ്പൊ അത് മുകളിൽ പോയി പൈ ആർ സ്ക്വയർ. ഇനി ടോട്ടൽ ഏരിയ എത്ര വരുന്നുണ്ട്? അതായത് ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ അല്ലേ? സ്ക്വയറിന്റെ ഏരിയ, ഏരിയ ഓഫ് സ്ക്വയർ എത്രയാണ്? 4 ആർ സ്ക്വയർ. ഇത് കിട്ടിയല്ലേ? അപ്പൊ പൈ ആർ സ്ക്വയർ ബൈ 4 ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? പൈ ബൈ 4. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഈ സർക്കിളിൽ ആവാനുള്ള ചാൻസ് എത്രയാണ്? പൈ ബൈ 4. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.